പഠിക്കാൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സാധനത്തിനോട് ഇഷ്ടമില്ലാതെ അപ്പം പിടിച്ച വിളിയാതെ കൊണ്ട് എഞ്ചിനീയറിംഗിന് വിട്ടത് കൊണ്ട് പോയി. തിരിച്ചു വന്നപ്പോ അപ്പന് ഹാർട്ട് അറ്റാക്ക് ആയി. അന്നേരം ജോലി വേണം, ടെസ്റ്റ് എഴുതാൻ തുടങ്ങി. ടെസ്റ്റ് എഴുതി കിട്ടിയപ്പോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ അങ്ങടെ കിടക്കുന്നു. കണ്ട സാധനമൊന്നും അല്ല പഠിപ്പിക്കാനുള്ളത്. എങ്ങനെ പഠിപ്പിക്കണമെന്നറിയാമെന്നല്ല, കൂടെയുള്ളവരെല്ലാം നല്ല അക്കാഡമിക്കലി ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ളത്. സോ അന്നേരം ഞാൻ പുസ്തകമൊക്കെ വായിക്കാൻ തുടങ്ങി, PA പഠിക്കാനൊക്കെ തുടങ്ങി. അന്നേരം വീണ് കിട്ടിയ പോലെ ഒരു പട്ടം കിട്ടി, സ്റ്റാഫ് അഡ്വൈസർ. ഏതോ ഒരു ബാച്ചിന്റെ സ്റ്റാഫ് അഡ്വൈസർ ആയിട്ടുണ്ട്. അന്നേരം ഡേറ്റ എടുത്ത് അനലൈസ് ചെയ്യാൻ PA പണി തുടങ്ങി. പക്ഷെ ഇത്രയും നേരം എല്ലാവരും പറഞ്ഞ കുറെ കാര്യങ്ങളിൽ കുറെ മിസ്സിംഗ് ലിങ്ക് ഉണ്ട്. നമുക്കൊന്ന് നിങ്ങളുടെ ബാച്ച് ആയതുകൊണ്ട് സത്യമായിട്ട് ഞാൻ ഇന്നിവിടെ വന്നു. അല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കോളേജില് 1995 തൊട്ട് ജോലി ചെയ്തു. 95 തൊട്ട് ജോലി ചെയ്ത് 2019 വരെ. എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സ്റ്റുഡൻസ് ലിസ്റ്റ് എടുത്തു വെച്ചാല് ഞാൻ പേരുകൾ ഓർക്കുന്ന ആളെ അല്ല, ഇങ്ങനെ ഇന്നയാള് ഇന്ന കാര്യങ്ങളൊന്നും ഓർക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ബാച്ചിനെ കുറിച്ചാണ്. എന്നാലും അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് ഇൻവോൾവ് ആയിരുന്നു നിങ്ങളുടെ ബാച്ചില്. എന്തോന്നറിയില്ല. ഒന്ന് എന്റെ ഇളയ ബ്രദറിന്റെ പ്രായമാണ്, യങ്ങസ്റ്റ് ബ്രദറിന്റെ പ്രായം. എന്നാൽ ഞാൻ നിങ്ങളുടെ കുറച്ചുകൂടെ കൂട്ടായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ കൂട്ടുവരാൻ കാര്യം, ഞങ്ങൾ ബസ്സിൽ പോകുന്നൊരു കമ്പനിയുണ്ട്, നബീല്, ടോണി, ജോസ്, പിന്നെ നമ്മുടെ ഡെന്നീസ്, ആ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവന്മാരോടുള്ള കമ്പനി കൊണ്ടാണ്. പിന്നെ ടോണിക്ക് അവിടെ ഒരു തോട്ടമുണ്ട്, തോട്ടം നോക്കാൻ വരുമ്പോ എല്ലാം കൂടെ വീട്ടിൽ വരും. പിന്നെ ഒരു കൂട്ടുകെട്ടും അതിന്റെ ഒരു സ്ഥിരമായൊരു ഓർമ്മയാണ്. എനിക്ക് തോന്നുന്നത് ഈ കോളേജിലെ പല ഇന്നിങ്സും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തെ സ്പൈക്ക് ആദ്യമായിരുന്നു. ഒരേ പ്രാവശ്യം മാത്രമേ മണ്ണിൽ നിരാഹാരം കിടന്നുള്ളൂ. നിങ്ങളെ 5ാം നിലയിൽ നിങ്ങളുടെ കാറ്റിനെ മാത്രമേ പിടിച്ച് താഴോട്ട് തള്ളിയിടാൻ നോക്കിയിട്ടുള്ളൂ. അതിനിടെ ഒരു കഥാപാത്രത്തെ പിടിച്ച് താഴോട്ട് തള്ളിയിടുമ്പോ ഞാൻ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരുത്തൻ ആകാശത്തല്ല ഭൂമിയിലല്ല കിടക്കുന്നു, ഓടി മണ്ടയ്ക്ക് വന്നു. പിന്നെ കോളേജിന്റെ ആദ്യത്തെ ബ്രൗഷർ നിങ്ങളുടെ ആയിരുന്നു. അത് അടിച്ചോണ്ട് വരുന്ന പുറയിലത്തെ ഇവിടെ ജിജോ വരുന്ന ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ഞാൻ ഒരു കോളേജ് ബ്രൗഷർ എടുത്ത് ആ ചാർട്ട് എടുത്ത് നോക്കുന്നത്. ഇങ്ങനെ ഈ കോളേജില് കണ്ട അലമ്പരിൽ ഏറ്റവും വലിയ അലമ്പരാരാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പേര് ഞാൻ കാര്യം അത് എനിക്ക് തോന്നുന്നു. കാര്യം ഞാൻ 19 വരെ ഉള്ളൂ, ബാക്കിയുള്ള പിള്ളേരെ എനിക്ക് അറിയത്തില്ല കേട്ടോ, കുഞ്ഞുങ്ങളെ എനിക്കറിയില്ല. അന്നേരം 2019 വരെയുള്ള ബാച്ചിൽ നിഷാക്കുള്ള കണ്ട അലമ്പരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ പേര് പറയും. കാര്യം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഇൻഡിപെൻഡന്റ് മോഡ് ഓഫ് തിങ്കിങ് ആണ്ട് നിൽക്കുന്ന ഒരാള് പ്രേംസിംഗ് സാർ. നിങ്ങളെല്ലാം മറന്നുപോയി. നിങ്ങൾ തെറി വിളിച്ചപ്പം, ആദ്യത്തെ സ്ട്രൈക്കിന് തെറി വിളിച്ച വിദ്യാർത്ഥി ആരാണെന്ന് വെളിപ്പെടുത്താത്ത മഹാനായിരിക്കുന്നത്. അന്ന് സ്റ്റാഫ് മീറ്റിംഗ് ആകെപ്പാടെ തിരിച്ചും മറിച്ചും പ്രേംസിനോട് ചോദിച്ചു ഏത് സ്റ്റുഡന്റാ വിളിച്ചത്. സാർ ആളുടെ പേര് പറഞ്ഞില്ല. ഞാൻ ആ ഒരു ക്യാരക്ടറിൽ പ്രേംസിംഗ് സാറിനെ അങ്ങേയറ്റം മാനിക്കുന്നുണ്ട്. കാര്യം ആ ഒരു വിദ്യാർത്ഥിയുടെ പേര് സാറോടെ പറഞ്ഞിരിക്കുകയും ആ വിദ്യാർത്ഥി എന്ന എക്സ്പെർട്ട് ആയിരുന്നു. എന്നിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ചു. സാറിന് അറിയാം സാറിനെ അല്ല വിളിച്ചേക്കുന്നത്, വേറൊരു സാറിനെയാണ്. സാർ പറഞ്ഞു എന്നെയാ വിളിച്ചെന്ന് പറഞ്ഞ് ഞാൻ പ്രേംസിൽ കയറി വന്നപ്പോ ആ ഇൻസിഡന്റ് ഓർക്കായിരുന്നു. എന്നിട്ടിങ്ങനെ ഈ തരത്തില് അതായത് വേറിട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റല്ല. വേറിട്ട് ചിന്തിക്കുന്നവർക്ക് ചരിത്രങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഇത്രയും നിങ്ങൾക്ക് ഈ കോളേജിനോട് നല്ല ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഞങ്ങളിൽ നിന്നൊക്കെ നാച്ചുറലി ഞാനൊക്കെ നന്നായിട്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ടീച്ചിങ്ങില് സ്പെസിഫിക് എക്സാമ്പിൾസ് എടുക്കുമ്പം നിങ്ങളിൽ പലരും എന്റെ വർത്തമാനത്തിൽ കടന്നു വരാറുണ്ട്. അതില് എങ്ങനെ ഒരു വിദ്യാർത്ഥി ക്ഷമ പറയരുത് എന്നുള്ളതും നിങ്ങൾ എക്സാമ്പിളായിരുന്നു. ഓർക്കുന്നുണ്ടായിരിക്കും അല്ലെ? 40 പേരെ ക്ഷമ പറയാൻ നിർത്തി കഴിഞ്ഞപ്പം 40 പേര് ഇങ്ങനെ പാസ് ചെയ്ത് ക്ഷമ പറഞ്ഞു. ഞാൻ സഹിതം എനിക്ക് മധുസൂദൻ സാറിന്റെ ഭാഷ പറഞ്ഞ നിത്യഗർഭിണി എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് 2 പിള്ളേർ എനിക്കുണ്ടായത്. കാരണം ഞാൻ എന്നും ഒരു വയറ് വേണ്ടി ഫോട്ടോസിലൊന്നും ഞാനില്ല, ഞാൻ ഇത് മെറ്റേണിറ്റി ലീവ് ആയിരിക്കും. അതിങ്ങനെ അതില് ഞാൻ എപ്പോഴും പറയാം അങ്ങനെ ക്ഷമ പറയണം, മനസ്സിൽ നിന്ന് പറയണം, നോട്ട് ത്രൂ റീഡിങ്. പക്ഷെ ശരിക്കും നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രം വന്നേ. പിന്നെ ഞങ്ങളെ എല്ലാവരെയും നിങ്ങൾ ഓർത്തു വിളിച്ചേനെ. പ്രീതമിസ് തൊട്ട് ഇവിടെ എല്ലാവരും ഒരു ഐക്കൺസ് ആണ്. ഞങ്ങളെ പഴയ CECയിലെ അധ്യാപകർ എന്ന് പറയുന്നത് ഞങ്ങളിവിടെ മത്സാർ പറഞ്ഞ പോലെ കല്യാണം 10-25 വയസ്സിനകത്ത് എല്ലാവരും ഇതിനകത്ത് കയറി
പഠിപ്പിക്കണമെന്നറിയാമല്ല, എങ്ങനെ മനുഷ്യരായിട്ട് പിള്ളേരുടെ ഇടപെടണം. എന്റെ മനസ്സിൽ ഞാൻ ഇന്നലെ ഒരു അധ്യാപിക ചെയ്തില്ലാത്ത ഒരു കാര്യം ചെയ്തതിന്റെ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ ബാച്ചിലർ ഡെന്നിസ് സെബാസ്റ്റിന്റെ കാര്യമാണ് ഞാൻ എടുത്തത്. എന്ന് ഞാൻ അവൻ ഇന്ത്യയിൽ ഇട്ടാലും 28. ഡെന്നിസ് ഞാനൊരു നല്ല കൂട്ടാണ്. എനിക്ക് തോന്നുന്നത് ദക്ഷിണ മേടിച്ചിരിക്കുന്ന ആകെ 2 വിദ്യാർത്ഥികളേ ഉള്ളൂ. അതിലൊന്ന് ദക്ഷിണ കല്യാണത്തിന് ഡെന്നിസിന്റെയാണ്. ഞാൻ കല്ലുപ്പാറ പ്രിൻസിപ്പലായിട്ട് പോയപ്പം കെട്ടിക്കൊണ്ടുപോയ വാച്ച് ഡെന്നീസിന്റെയാണ്. ഭയങ്കര കൂട്ടാണ്. പക്ഷെ ഞാൻ എങ്ങാണ്ട് കൊടുക്കത്തില്ല. എന്നിട്ട് ഏറ്റവും രസകരം നബീലിലേക്ക് അറിയാം, ഏറ്റവും രസകരമായ സംഭവമുണ്ട്. യൂണിവേഴ്സിറ്റി എക്സാമിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ ഡെന്നിസ് നല്ല മാർക്ക് കാണും. ഡെന്നിസ് ആ പേപ്പറായിട്ട് വീട്ടിൽ വരും. എന്നിട്ട് പറയും, കണ്ടോ നിങ്ങൾ ഇഷ്ടമുള്ള പിള്ളേർക്കെല്ലാം വാരി കോരി കൊടുക്കരുത്, എനിക്കാ യൂണിവേഴ്സിറ്റി കൂടുതൽ മാർക്ക്. എന്നാൽ ഞാനിപ്പം പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞാൻ എപ്പോഴും ഒരു മീറ്റിംഗിൽ പറഞ്ഞു, ഒരു പക്ഷെ അന്ന് ഞാൻ